ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠഭാഗവുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ പാഠഭാഗം നമുക്ക് നോക്കാം. പേജ് നമ്പർ 18. എല്ലാവരും ബുക്ക് എടുത്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. തൃതീയ പാഠഃ സ്വസ്ഥ്യമാസ്തു നഃ. സ്വസ്ഥ്യം എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലാതെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്, ആരോഗ്യമാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഭോ മഹാശയ ശീഘ്രം ഔഷധം യച്ഛതു മമ ഉദരവേദന അസഹ്യ ഏവ. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ എഴുതിയതാണ് ടീച്ചർ ഇപ്പോൾ വായിച്ചത്. അവിടെ കൊടുത്തിരിക്കുന്നത് ചിത്രത്തില് ഡോക്ടർ ഇരിക്കുന്നുണ്ട്. ഒരമ്മ കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഡോക്ടറോട് കുട്ടിയുടെ അമ്മ പറയുന്ന ഭാഗമാണ് ഞാൻ വായിച്ചത്. ഭോ മഹാശയ, അല്ലയോ മഹാശയ, ശീഘ്രം ഔഷധം യച്ഛതു, വേഗം ഔഷധം മരുന്ന് തരൂ. യച്ഛതു എന്ന് പറഞ്ഞാൽ തരൂ. മമ ഉദരവേദന അസഹ്യ ഏവ, അവന് ഉദരവേദന അസഹ്യ ഏവ, അവന് വയറുവേദന അസഹ്യമാണ്, വളരെ വളരെ നന്നായിട്ട് വയറുവേദന ഉണ്ടെന്ന് ഡോക്ടറോട് കുട്ടിയുടെ അമ്മ പറയാണ്. ഭോ മഹാശയ മമ പുത്രസ്യ ഭക്ഷണകാര്യ നിഷ്ഠ നാസ്ത്യവ, അല്ലയോ മഹാശയ, അല്ലയോ ഡോക്ടറെ ഒരു മഹാശയം എന്നാണ് അവിടെ പറയുന്നത്, ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിനോട് പറയാണ്, മമ പുത്രസ്യ ഭക്ഷണകാര്യ നിഷ്ഠ നാസ്ത്യവ, എന്റെ പുത്രന് ഭക്ഷണകാര്യത്തില് യാതൊരു നിഷ്ഠയും ഇല്ല, യാതൊരു കൃത്യനിഷ്ഠയും ഇല്ല. കഥാപി മിതത്വം നാ പാലയതി, അവൻ ഒരിക്കലും മിതത്വം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മാത്രമായിട്ട് നാ പാലയതി, ആവശ്യത്തിന് മാത്രമായിട്ട് അവൻ ഒരിക്കലും അത് പാലിക്കുന്നില്ല. ബുഭുഷിതഃ സഹ കഥാചിത് ഹസ്തപ്രക്ഷാളനം വിനാപി ഭോജനം കരോതി. ബുഭുഷിതഃ സഹ, വിശന്നു വലഞ്ഞ അവൻ ഒരിക്കൽ ഹസ്തപ്രക്ഷാളനം വിനാപി, കൈപോലും കഴുകാതെ ഭോജനം കരോതി, കൈപോലും കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. കുട്ടിയുടെ അമ്മ ഡോക്ടറോട് പറയാണ്. അപ്പോ ഡോക്ടർ പറയാണ്, ഹേ ബാലക ഭക്ഷണകാര്യ നിയന്ത്രണം ശുചിത്വം ച ആവശ്യകം. ഭക്ഷണകാര്യത്തില്, അല്ലയോ ബാലക, അല്ലയോ കുട്ടി, ഭക്ഷണകാര്യത്തില് നിയന്ത്രണം വേണം. ശുചിത്വം ച ആവശ്യകം, നിയന്ത്രണവും വേണം. അതുപോലെ തന്നെ എന്താണ്, ശുചിത്വം, വൃത്തിയും ആവശ്യമാണ്. അന്നദോഷ ബഹൂനാം രോഗാണം കാരണം ഭവതി. അന്നദോഷ, ഭക്ഷണത്തിൽ നിന്നുള്ള ദോഷങ്ങള് ധാരാളം, ബഹൂനാം രോഗാണം കാരണം ഭവതി, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ദോഷങ്ങളെ നമുക്ക് ധാരാളം രോഗങ്ങളെയൊക്കെ കാരണമാകുന്നു. അതഹ അമിതം അഹിതം അനാവൃതം ച ഭക്ഷണം ത്യജ്യം. അതുകൊണ്ട് അമിതം എന്ന് പറഞ്ഞാല് അളവിൽ കൂടുതൽ, അതുകൊണ്ട് അളവിൽ കൂടുതലും അഹിതം ഉചിതമല്ലാത്തതുമായിട്ടുള്ളതും അനാവൃതം മൂടി വെക്കാത്തതും ആയിട്ടുള്ള ഭക്ഷണം ത്യജ്യം, അങ്ങനെയുള്ള ഭക്ഷണം നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് കുട്ടിയോട് ഡോക്ടർ പറയാണ്. എന്തൊക്കെയാണ് പറയണത്? ഭക്ഷണകാര്യത്തില് നിയന്ത്രണം വേണം, വൃത്തി. അടുത്ത പേജ് നമ്പർ 19 ആണ്. 19 സ്വസ്ഥാഹ ജനഃ രാഷ്ട്രസ്യ സമ്പത്തഃ ഭവന്തി ശാരീരിക സുസ്ഥിതിഃ ഏവ സ്വസ്ഥ്യം. അത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു പട്ടികയാണ്. ആ ടേബിളാണ് ഞാൻ പറയുന്നത്. സ്വസ്ഥജനാഹ രാഷ്ട്രസ്യ സമ്പത്തഃ ഭവന്തി, ആരോഗ്യമുള്ള ജനങ്ങള് രാഷ്ട്രത്തിന്റെ സമ്പത്താകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആരോഗ്യം പ്രധാനമാകുന്നതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പേജില് പറഞ്ഞു കഴിഞ്ഞു. സ്വസ്ഥാഹ ജനാഹ രാഷ്ട്രസ്യ സമ്പത്തഃ ഭവതി, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വസ്ഥഹ ജനാഹ, ആരോഗ്യവാന്മാരായ ജനങ്ങൾ രാഷ്ട്രസ്യ സമ്പത്തഃ ഭവതി, രാഷ്ട്രത്തിന്റെ സമ്പത്താണ്. ശാരീരിക സുസ്ഥിതി ഏവ സ്വസ്ഥ്യം, ശാരീരികമായ സുസ്ഥിതികള് എന്താണ്? ശാരീരികമായ സുസ്ഥിതികള് ആണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് സ്വസ്ഥ പരിപാലനത്തിന് വേണ്ടതെന്നാണ് പറയുന്നത്. സ്വസ്ഥ പരിപാലനെ ത്രയഃ അംശഃ പ്രാധാന്യം അർഹതി. സ്വസ്ഥ പരിപാലനത്തിന്, ആരോഗ്യ പരിപാലനത്തിന് 3 കാര്യങ്ങളാണ് പ്രാധാന്യം അർഹന്തി. 3 കാര്യങ്ങൾ, ത്രയഃ അംശാഹ പ്രാധാന്യം അർഹന്തി, 3 കാര്യങ്ങളാണ് പ്രാധാന്യം അർഹിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ശുചിത്വം,
2 ഭക്ഷണം, 3 വ്യായാമ. ഇത് മൂന്നും ഒരുപോലെ കൊണ്ടുപോകണം. ശുചിത്വം വേണം, ഭക്ഷണം വേണം, വ്യായാമം വേണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 19ാമത്തെ പേജില് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജ്. സ്വസ്ത്യമസ്തു, സ്വസ്ത്യം അധികം അസ്തു, സ്വസ്ത്യമസ്തു. നസ്തിത്യേവ, ന അധികം അസ്തി അധികം ഏവ. പദച്ഛേദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കഥാപി, കഥാ അധികം അഭി. വിനാഭി, വിന അധികം അഭി. വ്യായാമോ ഹി, വ്യായാമ അധികം ഹി. സജ, സഹ അധികം ച. ഇങ്ങനെയുള്ള പദച്ഛേദങ്ങളാണ് തന്നിട്ടുള്ളത്. പദച്ഛേദങ്ങൾ പരീക്ഷയ്ക്ക് വരും, പക്ഷെ നിങ്ങൾക്ക് അവിടെ എക്സാമ്പിള് ഉദാഹരണം കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ തന്നെ ചെയ്താൽ മതി. ഇനി നമുക്ക് അതിന്റെ താഴെയായിട്ട് നോക്കാം. അധോലിഖിത വാക്യാനി പഠിത്വ കിം ഉചിതം കിം അനുചിതം ഇത്യവം പട്ടിക കരോതു. ഇവിടെ താഴെ കുറെ കാര്യങ്ങൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളിലെ ഏതാണ് ഉചിതമായിട്ടുള്ളത്, ഏതാണ് അനുചിതമായിട്ടുള്ളത് എന്നുള്ള ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കണം, ഒരു ടേബിൾ നമ്മൾ തയ്യാറാക്കണം. അതില് ആദ്യത്തത് ദന്തധാവനം കരോമി. ദന്തധാവനം കരോമി, അത് നമുക്കറിയാം അല്ലെ, പല്ല് തേക്കുന്നു. അത് എന്താണ്, ഉചിതമായിട്ടുള്ള കാര്യമാണ്, ഉചിതമാണ്. മാലിന്യാനി നദ്യാം നിഷിബാമി. മാലിന്യങ്ങള് നദിയില് നിക്ഷേപിക്കുക പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതെന്താണ്, അനുചിതമാണ്. യോഗാസനം കരോമി, യോഗാസനങ്ങൾ ചെയ്യണം, അത് ഉചിതമാണ്. പ്രതിദിനം സ്നാനം നാ കരോമി, ദിവസവും കുളിക്കാൻ പാടില്ല എന്ന്. അത് ഉചിതമാണോ അനുചിതമാണോ? അനുചിതമാണ് അല്ലെ. ഇനി അടുത്തത് അനാവൃത ഭക്ഷണം ഖാദാമി, മൂടി വെക്കാത്ത ഭക്ഷണം കഴിക്കുന്നു, അതും അനുചിതമാണ്. പരിസ്ഥിതിയും സംരക്ഷ്യാമി, പരിസ്ഥിതിയെ സംരക്ഷിക്കണം, അത് ഉചിതമാണ്. ശുദ്ധവസ്ത്രാണി ധരാമി, നമ്മളെ ശുദ്ധവസ്ത്രങ്ങൾ ധരിക്കണം, അതും ഉചിതമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് നമ്പർ 21 പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം, ഉചിതമുള്ളതും അനുചിതമായിട്ടുള്ള ആ ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളില് നമ്മൾ അവിടെ നേരത്തെ ടീച്ചർ പറഞ്ഞ ഉചിതമായ കാര്യങ്ങള് ഉചിതമായ കോളത്തിൽ എഴുതാം, അനുചിതമായിട്ടുള്ളത് അനുചിതമായ കോളത്തിലും എഴുതുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അതിന്റെ താഴെയുള്ള പഠന പ്രവർത്തനമാണ് നമുക്ക് നോക്കേണ്ടത്. അധോദത്ത ചിത്രാണാം ഉചിതം പാദ ടിപ്പണിയും കോഷ്ടകാത് ചിത്തോ ലിഖതു. അവിടെ അതിന്റെ താഴെയായിട്ട് ഒരു നീല കളറിൽ നിങ്ങളുടെ ബുക്കില് 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഏതാണോ അതിൽ ശരിയായിട്ടുള്ളത്, ഏതാണോ ഉചിതമായിട്ടുള്ളത് അത് എടുത്ത് അവിടെ എഴുതാനാണ് പറയുന്നത് കേട്ടാ. അപ്പൊ അതിൽ നോക്കൂ, ആദ്യത്തേല് നോക്കൂ. ആസനം ഗാത്ര സൗഖ്യായ, സ്വച്ഛം ഗൃഹാങ്കണം, സ്നാനം ശരീരശുദ്ധയി. അങ്ങനെ 3 സെന്റൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ നമുക്ക് കാണാം, ഒരു കുട്ടി അവിടെ എന്താ ചെയ്യണത്, മുറ്റം അടിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഏതായാലും വരിക, സ്വച്ഛം ഗൃഹാങ്കണം. രണ്ടാമത്തെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്, സ്വച്ഛം ഗൃഹാങ്കണം എന്നാണ് എഴുതേണ്ടത്. ഇനി ഒരു കുട്ടി എന്താ ചെയ്യുന്നത്, അവിടെ യോഗാസനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ശരീരം കൊണ്ട് ആസനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒന്നാമത്തെയാണ് നമ്മൾ എഴുതേണ്ടത്, ആസനം ഗാത്ര സൗഖ്യായ എന്നുള്ളതാണ് അവിടെ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ നോക്കൂ, ഒരു കുട്ടി കുളിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ സ്നാനം ശരീരശുദ്ധയി, അത് മൂന്നാമത്തെ തന്നെയാണ്. മൂന്നാമത്തെ അവിടെ നമ്മൾ ഭംഗിയായിട്ട് എഴുതാം, കൊടുക്കാം. അപ്പൊ അത് വൃത്തിയായിട്ട് നോക്കി എഴുതാം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ തൃതീയ പാഠക എന്നുള്ള പാഠഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ പാഠഭാഗം നന്നായി പഠിക്കുക. ടീച്ചർ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് അടുത്ത വീഡിയോയിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പൊ അതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.